നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ് എസ്പെഷ്യലി ഫ്രം ഫാബ്രിസിയോ റൊമാനോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി നിൽക്കുന്നത് ഹ്യൂഗോ എക്കിറ്റിക്കെ ടു ന്യൂകാസിൽ ഡീലിനെ കുറിച്ചാണ്. കാരണം റിപ്പോർട്ടുകൾ ഫ്രം ഫാബ്രിസിയോ റൊമാനോ കൺഫേം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 70 മില്യൺ യൂറോസിന് മുകളിലുള്ള ഒരു വെർബൽ പ്രപ്പോസല് ന്യൂകാസില് ഫ്രാങ്ക്ഫുട്ടിന്റെ ഫ്രണ്ടില് വിട്ടു എന്നാണ് അദ്ദേഹം കൺഫേം ചെയ്യുന്നത്. പല സോഴ്സുകളിൽ നിന്നും വരുന്നത് 80 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണ് വിട്ടിരിക്കുന്നത്, ആഡോൺസ് ഉൾപ്പെടെ എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഹ്യൂഗോ എക്കിറ്റിക്കെ 100 മില്യൺ ആണ് ഫ്രാങ്ക്ഫുട്ട് ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പോൾ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ന്യൂകാസിൽ എല്ലാ ക്ലബുകളും ഈ പ്ലെയറുമായിട്ട് ടോക്സ് നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ ഇപ്പം ന്യൂകാസിൽ യുണൈറ്റഡ് ഈ ഒരു ഡീലിൽ പ്രോഗ്രസ് ചെയ്യുന്നതാണ് വാർത്തകൾ വരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതാണ് വാർത്തകൾ വരുന്നത്. പ്ലെയർ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന് ഇഷ്യൂ ഇല്ല എന്നാണ് കേൾക്കുന്നത്. ആൻഡ് എല്ലാവരും ഈഗർലി നോക്കി നിൽക്കുന്നത് ഈ ഡീല് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാനാണ്. ജോ പെഡ്രോ ആയിരുന്നു അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്നും, പക്ഷെ അത് ചെൽസി എടുത്തതിനാൽ തന്നെ ഇപ്പൊ എക്കിറ്റിക്കയിലോട്ട് ന്യൂകാസിൽ എൻ്റർ ആയെന്നുമാണ് കേൾക്കുന്നത്. ആൻഡ് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസാക്ക് ക്ലബിൽ തുടരുമെന്ന് തന്നെയാണ്. ഇസാക്കിനെയും എക്കിറ്റിക്കയെയും വെച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു 2 സ്ട്രൈക്കർ പോളിസി വെച്ചാണ് നെക്സ്റ്റ് സീസൺ എഡിഹോ പ്ലാൻ ചെയ്തെന്ന് കേൾക്കുന്നു. അതല്ല, ഈവൻ 2 സ്ട്രൈക്കർ പോളിസി അല്ലെങ്കിലും മേ ബി ലാസ്റ്റ് മൊമെന്റ്സിൽ ഇസാക്കിനെ വല്ലതും വിൽക്കേണ്ട വന്നാൽ എക്കിറ്റിക്ക് ഒരു കവറും ഉണ്ടല്ലോ. ആ നെക്സ്റ്റ് സീസണിൽ ഇസാക്ക് മിക്കവാറും ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഈ സീസണിൽ ഇസാക്കിനെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ എന്നും വാർത്തകൾ കേൾക്കാം. സോ ഇസാക്കിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ലിവർപൂൾ ഇസാക്ക് ഡീൽ ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. ബിഹൈൻഡ് ദ സീൻസ് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. മേ ബി നെക്സ്റ്റ് സമ്മറിലായിരിക്കും ഇസാക്കിന് ഒരു ബിഗ് മൂവ് നടക്കുക എന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മൊസ്കോറയുടെ കാര്യത്തിലാണ്. സോ ക്രിസ്ത്യൻ മൊസ്കോറ ടു ആർസണൽ 15 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 5 മില്യൺ യൂറോസ് ആഡ് ഓൺസിന് ഡൺ ആയിട്ടുണ്ട്. സോ ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സിറിയയിൽ നിന്നുള്ള ക്ലബ്ബുകൾ താരത്തിൽ ഇൻട്രസ്റ്റഡ് ആയതെന്നും നല്ല പ്രപ്പോസൽ വിട്ടായിരുന്നെന്നും അതെല്ലാം റിജക്ട് ചെയ്ത് ആർസണലിൽ തന്നെ മൊസ്കോറ സെലക്ട് ചെയ്യുമായിരുന്നെന്നാണ് വാർത്തകൾ വരുന്നത്. വലൻസിയയുടെ ഈ സെന്റർ ബാക്ക് 20 വയസ്സുകാരൻ ഗ്രേറ്റ് സൈനിങ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് സൈനിങ് ഫോർ ആർസണൽ. ആൻഡ് ഒസിമെന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വിക്ടർ ഒസിമെനും ഗ്യാരറ്റസറയും തമ്മിൽ പേഴ്സണൽ ടൈംസ് നേരത്തെ അഗ്രി ചെയ്തിരുന്നു. അതുപോലെ 2028 വരെയാണ് കോൺട്രാക്ട് എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ പ്രൈസും ഫൈനലി 75 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാനും റെഡിയായി. പക്ഷെ വിഷയം ഇപ്പൊ എന്താന്ന് വെച്ചാൽ നാപ്പിളിയുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. സോ നാപ്പിളി ഡിമാൻഡ് ചെയ്യുന്നത് 40 മില്യൺ അപ് ഫ്രണ്ട് ഇപ്പം തന്നെ കിട്ടുക, 35 മില്യൺ നെക്സ്റ്റ് സമ്മറിൽ 2026 കിട്ടണമെന്നാണ്. അതേ സമയത്ത് ഇവർ പറയുന്നത് 40 മില്യൺ ഇപ്പം പേ ചെയ്യാം, 35 മില്യൺ 2027 സമ്മറിലെ പേ ചെയ്യാൻ പറ്റത്തുള്ളതാണ്. കൂടാതെ നാപ്പിളിയുടെ മറ്റൊരു ഡിമാൻഡ് ഫ്യൂച്ചർ സെൽ ഓൺ ക്ലോസും ഈ ഡീല് വെക്കണമെന്നാണ്. അത് എന്തായാലും ഗ്യാരറ്റസറെ അഗ്രി ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ഇപ്പം ഡീല് ബ്രേക്ക് ആയി നിൽക്കുകയാണ്. സോ എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന് അറിയത്തില്ല. അതുപോലെ അൽമാഡ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് സീരിയസ് ലിങ്ക്സ് വരുന്നുണ്ട്. ഫാബ്രിസിയോയുടെ റിപ്പോർട്ട് പ്രകാരം ഡീല് സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അൽമാഡ റിയലി കീനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജോയിൻ ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം ബോട്ടഫോഗായിട്ട് ഒരു ടൈംസ് അഗ്രി ചെയ്യുമോ ഇല്ലയോ എന്ന്. റോഡ്രിഗോ ഡിപ്പോളിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും ആളെ കാണുക എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ നീല ലയോണിയായിട്ട് റോമ ടേംസ് എല്ലാം അഗ്രി ചെയ്തു. ലെൻസുമായിട്ട് ഇപ്പൊ 22 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 3 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിന് കാര്യമെല്ലാം റെഡി ആയി നിൽക്കുകയാണെന്ന് കേൾക്കുന്നു. ലെൻസിന്റെ ഈ പ്ലെയറിന് വേണ്ടി ലെൻസിന്റെ ഈ പ്ലെയർ താല്പര്യമുണ്ടെന്ന് കേട്ട് റോമയിൽ ജോയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ റിക്കാർഡ് റിയോസും വെസ്ലിയുടെയും കാര്യത്തിൽ റോമയായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിയൽ വരുമ്പോൾ കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, റിക്കാർഡ് റിയോസിന് വേണ്ടി സെനറ്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യൻ ക്ലബായ സെനറ്റ് 30 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് കിട്ടും. പാൾമേറസ് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ പാൾമേറസ് അത് അക്സെപ്റ്റ് ചെയ്തെങ്കിലും പ്ലെയർ സെനറ്റിന്റെ ഡീൽ റിജക്ട് ചെയ്തു. അതേ സമയത്ത് ഇവർ വിട്ടിരിക്കുന്നത്, അതായത് റോമ വിട്ടിരിക്കുന്ന 24 മില്യൺ യൂറോസിന്റെ ഒരു ബിഡാണ്. റോമയായിട്ട് താരം പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. 30 മില്യൺ യൂറോസ് വേണമെന്നാണ് പാൾമേറസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അത് ആ പാടൊരു വല്ലാത്ത രീതിയിൽ കിടക്കുവാണ്. അതുപോലെ തന്നെയാണ് വെസ്ലിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഈ സെയിം സിറ്റുവേഷൻ. സെനറ്റ് ആണെങ്കിൽ 25 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് കിട്ടും വെസ്ലിക്ക് വേണ്ടി. അതാണെങ്കിൽ ഫ്ലമംഗോ റിജക്ട് ചെയ്യുകയും ചെയ്തു. റോമയാണെങ്കിൽ 22 മില്യൺ യൂറോസിന്റെ ഒരു ബിഡാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ 25 മില്യൺ യൂറോസ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലമംഗോയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആകെപ്പാടെ സെനറ്റ് 2 പ്ലേയേഴ്സിനും വേണ്ടി ക്ലബ്ബുകളുമായിട്ട് ടൈംസ് അഗ്രി ചെയ്തു. പക്ഷെ പ്ലേയേഴ്സ് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തില്ല. സമയത്ത് റോമ പേഴ്സണൽ ടൈംസ് പ്ലേയേഴ്സുമായിട്ട് അഗ്രി നിൽക്കുകയാണ്. പക്ഷെ ക്ലബ്ബുകളുമായിട്ട് പ്രൈസിന്റെ കാര്യത്തിൽ ഇഷ്യൂവിൽ നിൽക്കുകയാണ്.
സോ അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ വൂൾസ് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയ മാർക്ക് ക്യൂബിലിന് വേണ്ടി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ഫാബ്രിസിയോയുടെ കയ്യിൽ നിന്നും. അതുപോലെ ആർച്ചി ബ്രൗൺ നമുക്കറിയാം AC മിലാന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്താണല്ലോ ഫെനർബാച്ചയിൽ ജോയിൻ ചെയ്തത് ഗെന്റിൽ നിന്ന് ഓൾമോസ്റ്റ് 8 മില്യൺ പാക്കേജ്. സോ താരത്തിന് ഒരു 23 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസും ഫെനർബാച്ച വെച്ചിട്ടുണ്ടെന്നാണ് ഫാബ്രിസ് റിപ്പോർട്ട് ചെയ്തത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പറയാനാണ് ഫാബ്രിസിയോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മക്കറ്റ് ആണെങ്കിൽ ഫ്രാങ്ക്ഫുട്ടിന്റെ ഡെലിഗേറ്റ്സുമായിട്ട് ഉടനെ തന്നെ മീറ്റിംഗ്സ് നടത്തുമെന്നും ജർമ്മനിയിലോട്ട് പറഞ്ഞിട്ടുണ്ടെന്നും ഫ്രാങ്ക്ഫുട്ടിനുമായിട്ട് ടോക്സ് നടത്താനെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ ഒമാരി ഹച്ചിൻസണെ ആയിരിക്കും നമുക്കറിയാം ബ്രെൻഫോർഡ് എംബുമോഡിയിൽ മാൻ യുണൈറ്റഡ് ആയിട്ട് ടോക്സ് നടക്കുകയാണ്. മിക്കവാറും ഈ വീക്ക് ഡണ്ണാവുന്ന കേൾക്കുന്നുണ്ട്. സോ ഫാബ്രിസിയോടെ ഒക്കെ റിപ്പോർട്ടുകൾ പ്രകാരം ഒമാരി ഹച്ചിൻസൺ ഇപ്സിച്ചിന്റെ സൂപ്പർ വിങ്ങറാണ് ലാസ്റ്റ് സീസൺ ശരിക്കും ഇംപ്രസ് ചെയ്ത പ്ലെയറാണ് ഒമാരി ഹച്ചിൻസൺ. സോ ഒമാരി ഹച്ചിൻസണുമായിട്ട് വരും ദിവസങ്ങളിൽ ടോക്സ് തുടങ്ങുമെന്നും പ്ലെയറിന് വേണ്ടി ബ്രെൻഫോർഡ് എംബുമോഡിയിൽ ഡൺ ആയാലും നീങ്ങുമെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ച് 1+1 ഇയർ ഡീൽ 2026 വരെ ഓപ്ഷൻ ഫോർ 1 more ഇയർ 2027 വരെ 14 നമ്പർ ജേഴ്സി AC മിലാനിൽ എടുത്തിട്ടുണ്ട്. വൂൾസ് ആണെങ്കിൽ ജോൺ ആരിയാസിന് വേണ്ടി 15 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജ് ഫ്ലുമിനീസിയായിട്ട് അഗ്രേ ചെയ്തു എന്നാണ് വാർത്തകൾ വരുന്നത്. സോ ഫ്ലുമിനീസിയുടെ ഈ വിങ്ങർ നെക്സ്റ്റ് സീസൺ വൂൾസ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ലൂയിസ് ക്യാമ്പോസ് ആണെങ്കിൽ ലേക്കുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ഒസിമെനും അതുപോലെ തന്നെ റാഫേൽ ലിയാവോയുടെയും ക്യാമ്പുമായിട്ട് ടോക്സ് റീസെന്റ് നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ലിവർപൂൾ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേറ്റയുടെ ഏജൻസും മറ്റുമൊക്കെയാണ് ടോക്സ് നടത്തിയത്. സെബാസ്റ്റ്യൻ ഡെനിസ് ഫുഡ് മെർക്കാറ്റോയുടെ റിപ്പോർട്ടറാണ്. പുള്ളിയാണ് ഈ റിപ്പോർട്ട് ചെയ്തതിൽ എന്തുമാത്രം റിലയബിലിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു സ്ട്രൈക്കറിൽ ലിവർപൂൾ ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ കൊണാട്ടയുടെ കാര്യത്തിൽ 45 മില്യൺ പൗണ്ട്സ് കുറച്ച് കൊടുക്കത്തില്ല എന്നുള്ള വാശിയിലുമാണ്. സോ നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജന്റ് ആയിട്ട് കൊണാട്ടേനെ കൊണ്ടുവരാനായിട്ടാണ് റയലിന്റെ പ്ലാൻ. അവർ 45 മില്യൺ പൗണ്ട്സ് കൊടുക്കാനായിട്ട് പ്ലാൻ ഇല്ലാന്ന് വാർത്തകൾ വരുന്നുണ്ട്. ലിവർപൂൾ മിഡ്ഫീൽഡ് ഡിഫൻസ് അറ്റാക്കിലെല്ലാം ഇനി അഡീഷൻസ് കാണും. മേ ബി 1 more സെന്റർ ബാക്കും കാണും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മറ്റ് റയൽ മാഡ്രിഡ് അപ്ഡേറ്റിൽ 2-3 കാര്യങ്ങൾ റയലായിട്ട് കേൾക്കുന്ന റയൽ മാഡ്രിഡ് റോഡ്രിഗോയുടെ സെയിലിന് ശേഷമേ അഥവാ റോഡ്രിഗോയുടെ ഡിസിഷൻ ഒഫീഷ്യലി അറിയിച്ചതിന് ശേഷമേ ട്രാൻസ്ഫർ ഡീൽസിലോട്ട് എൻ്റർ ആവത്തുള്ളൂ എന്നാണ്. കാരണം റോഡ്രിഗോയുടെ സെയിൽ നടക്കുവാണെങ്കിൽ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക അറ്റാക്കിലല്ല മിഡ്ഫീൽഡിലായിരിക്കും എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്റ്റിൽ ക്ലബ് ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്ന നെയിമാണ് ഏഞ്ചലോ സ്റ്റില്ലർ. പക്ഷെ സ്റ്റില്ലറുമായിട്ട് ടോക്സ് ഇപ്പം സീരിയസ്ലി നീങ്ങുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. അൽവാരോ കരാറാസ് ഡൺ ആയിട്ടുണ്ട്. 1 more അറ്റാക്കർ സ്ട്രൈക്കറിനെ ആഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അത് റോഡ്രിഗോ പോയാലും ഇല്ലേലും എസ്പെഷ്യലി ബുദ്ധിമർ റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ്. മേ ബി ട്രാൻസ്ഫർ വിൻഡോ എൻഡ് ആവുന്നതിന് മുമ്പ് ആ ഒരു ഡീൽ ഒസസൂണയായിട്ട് മേ ബി സ്ട്രക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ലെമീൻ യമാലിന്റെ കാര്യത്തിലാണ്. സോ ലെമീൻ യമാലിന്റെ പാർട്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. സോ ലെമീൻ യമാലിന്റെ നമുക്കറിയാം 18ാം വയസ്സിന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചുള്ള പാർട്ടിയായിരുന്നു. അത് ഈ പാർട്ടിക്ക് മുമ്പ് തൊട്ട് തന്നെ അതിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പല സൂപ്പർ മോഡൽസിനെയും വിളിച്ചു 20-30K ഒക്കെ ഓഫർ ചെയ്തു. കുറെ പേർ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞു. കുറെ പേര് അവിടെ പോയെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. സോ ആ കാര്യത്തിലൊന്നും വലിയ ഇഷ്യൂ ഇല്ല. പിന്നെ ഈ അന്ന് പബ്ലിക്കലി മേ ബി എക്സ്ട്രാ ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് വന്ന് ഓരോരുത്തർ പറയുന്നതാണ്. പക്ഷെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഉള്ളതാണ്. മറ്റൊന്നുമില്ല, സ്പാനിഷ് ലോ പ്രകാരം ഇപ്പം അവിടെ ആണെങ്കിൽ ഒരു സ്പാനിഷിലൊരു ലോ ഉണ്ട്. അതായത് എന്റർടൈൻമെന്റ് പർപ്പസുകൾക്ക് വേണ്ടി ഡിസബിലിറ്റി ഉള്ള ആളുകളെ യൂസ് ചെയ്യരുത്, അഥവാ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ ആളുടെ പാർട്ടിയിൽ അത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുള്ള ഡോർഫായിട്ടുള്ള ആളുകളെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. സോ ഡോർഫ് പീപ്പിളിനെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല, അത് സ്പാനിഷ് ലോ വയലേഷൻ ആണെന്നുള്ള രീതിയിലാണ് കംപ്ലൈന്റ് ചെയ്തിട്ട്. സോ ഈ പാർട്ടി അറ്റൻഡ് ചെയ്ത എന്റർടൈൻമെന്റ് പർപ്പസ് സർവീസ് പ്രൊവൈഡ് ചെയ്ത ആ ഒരു വ്യക്തി, അതായത് ഡോർഫായിട്ടുള്ള ആ ഒരു വ്യക്തി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഞങ്ങളെ പ്രോപ്പറായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തത്, നല്ല പേയ്മെന്റ് കിട്ടി, ഞങ്ങൾ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാണ് പോയത്, ഞങ്ങൾക്ക് ലിവിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് പോയത്, അല്ലാതെ മോശമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുകയും മറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ പെർഫോമൻസ് നടത്തി അവർ എൻജോയ് ചെയ്തു, അതിലൊരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്പാനിഷ് ലോ പറയുന്നത് വേറെ ഒന്നാണ്. സോ എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന് അറിയത്തില്ല. ഇതാണ് ഇപ്പം ലെമീൻ യമാലിന്റെ ബർത്ത്ഡേ പാർട്ടിയുമായിട്ടുള്ള ബിഗസ്റ്റ് ഇഷ്യൂ, അല്ലാതെ മോഡലിംഗിന്റെ മറ്റേന്റെ മറിച്ചൊന്നുമല്ല, ഈ ഒരു ഇഷ്യൂ ആണ്. സോ ഇതൊക്കെയാണ് ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും